നമ്മുടെ സമൂഹത്തിൽ നമുക്ക് ചുറ്റും ജീവിക്കുന്ന, വേദനിക്കുന്ന, നിരാലംബരും രോഗികളുമായ സഹോദരങ്ങളിലേക്ക് നന്മയുടെ കരം നീട്ടുവാൻ, ശമരയാൻ ഞങ്ങൾ ഒരുക്കുകയാണ്. പങ്കുവയ്ക്കുന്ന ക്രൈസ്തവ സ്നേഹത്തിൻ്റെ ഈ മഹനീയ സാക്ഷ്യാനുഭവത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇത് തൃശൂർ ജില്ല പറവൂർ താലൂക്കിൽ ചേന്നമംഗലം പഞ്ചായത്തിൽ 10-ാം വാർഡ് കുന്നത്തുതളി എന്ന സ്ഥലത്ത് താമസിക്കുന്ന ചന്ദ്രശ്ശേരിയിൽ സുധാകരൻ മകൻ സുമൽ. 50 വയസ്സ്. ഇദ്ദേഹം ഒരു വൃക്കരോഗിയാണ്. എൻ്റെ പേര് റീജ ഡേവിസ്. ഞാൻ ചേന്നമംഗലം ഗ്രാമപഞ്ചായത്തിലെ 10-ാം വാർഡിലെ മെമ്പറാണ്. ഞാൻ മെമ്പറായി പ്രവർത്തിക്കുന്ന വാർഡിലെ കുന്നത്തുതളി ക്ഷേത്രത്തിന് സമീപമാണ് സുമൽ എന്ന ഡയാലിസിസ് പേഷ്യൻ്റ്. ആഴ്ചയിൽ 3 തവണ ഡയാലിസിസ് ചെയ്യണം. ഒരു കുടുംബം നയിക്കുന്ന കുടുംബനാഥനാണ്. ഭാര്യയ്ക്ക് ഒരു ചെറിയ തുണിക്കടയിൽ ഒരു കുഞ്ഞു ജോലിയാണുള്ളത്. പിന്നെ പ്രായമായ അമ്മ, 6-ാം ക്ലാസ്സിലേക്കായ ഒരു മോള്. ജനങ്ങളുടെ സഹായവും നല്ലവരായ എല്ലാവരുടെയും സഹകരണം കൊണ്ടാണ് ഇതുവരെ അവർ ജീവിച്ചു പോകുന്നത്. 5 വർഷത്തോളമായി ഇങ്ങനെ മറ്റുള്ളവരുടെ സഹായത്താൽ ഇവർ ജീവിക്കുന്നതും ഈ ട്രീറ്റ്മെൻറ്റ് നടത്തിക്കൊണ്ടിരിക്കുന്നതും. ഇനി മുന്നോട്ട് ഇവർക്ക് എങ്ങനെ പോകണമെന്നും അറിയില്ല. സുമലിനൊരു ഓപ്പറേഷൻ വേണം. ലൂർദിലാണ് അതിൻ്റെ ഓപ്പറേഷൻ. അതിന് ചെലവഴിക്കാനുള്ള എമൗണ്ട് പോലും ഇവിടെ കണ്ടെത്തിയിട്ടില്ല. മാത്രമല്ല, ഈ വീടിൻ്റെ ഒരു ശോചനീയമായ ഒരു അവസ്ഥയും കൂടിയുണ്ട്. ഈ വീട് ചോർന്നൊലിക്കുകയാണ്. ഒരു റൂമിൽ അമ്മയും മകളും കിടന്നിരുന്ന് കൊടുത്ത് ഇപ്പോൾ ഹാളിൽ ഒരു ചെറിയ സ്ഥലത്ത് വന്നാണ് അവർ കിടക്കുന്നത്. അത് സങ്കടകരമായ ഒരവസ്ഥ തന്നെയാണ്. ഇത് കാണുന്ന ഗുഡ്നസ് TV-യുടെ എല്ലാ നല്ലവരായ പ്രേക്ഷകരും നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഈ കുടുംബത്തെ ഉൾപ്പെടുത്തുക. നിങ്ങളുടെ വരുമാനത്തിൻ്റെ ചെറിയൊരു പങ്ക് ഇവർക്കായി നൽകണമെന്ന് വിനീതമായും ഏറ്റവും സ്നേഹത്തോടെ ആദരവോടെ അപേക്ഷിക്കുകയാണ്. സുമലിന്റെ അച്ഛൻ മരിച്ചിട്ട് 28 വർഷങ്ങൾ കഴിഞ്ഞു. പ്രായമായ അമ്മയും തൻ്റെ ഭാര്യയും 6-ാം ക്ലാസ്സിൽ പഠിക്കുന്ന മകളുമാണ് വീട്ടിലുള്ളത്. ഇവരുടെ ഏക ആശ്രയമായ സുമൽ അസുഖബാധിതനായി നിസ്സഹായാവസ്ഥയിൽ വീട്ടിലും. ഇവരുടെ വീട് ആകെ ചോർന്നൊലിച്ച് അകത്ത് കയറുവാൻ പറ്റാത്ത അവസ്ഥയിലാണ്. ഈ രോഗാവസ്ഥയിൽ ഇത്തരം ഒരു സാഹചര്യത്തിൽ കഴിയുന്നത് തന്നെ വലിയ അപകടം പിടിച്ച കാര്യമാണ്. പക്ഷേ എന്തു ചെയ്യുവാനാണ്? പ്രിയപ്പെട്ടവരെ, എൻ്റെ ഇരുവൃക്കകളും തകരാറിലായി ആഴ്ചയിൽ 3 ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ. സാമ്പത്തികമായി വളരെയധികം പിന്നോക്കാവസ്ഥയിൽ നിൽക്കുന്നൊരു കുടുംബമാണ് എൻ്റെ. പ്രായമായ അമ്മയും ഭാര്യയും 6-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മകളും അടങ്ങിയതാണ് എൻ്റെ കുടുംബം. യാതൊരു വരുമാന മാർഗങ്ങളില്ല. സുഹൃത്തുക്കളുടെയും ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പറുടെയും കാരുണ്യം കൊണ്ടാണ്, പല ആൾക്കാരുടെ സഹായം കൊണ്ട് ചികിത്സ നടന്നു പോകുന്നത്. ഇനി മുന്നോട്ടുള്ള ചികിത്സക്കും മറ്റും യാതൊരു മാർഗവും കാണുന്നില്ല. പരമാവധി സഹായങ്ങൾ ചെയ്തു തരണമെന്ന് അപേക്ഷിക്കുന്നു. ഇദ്ദേഹത്തിന്റെ ഭാര്യ ജയ ഒരു ചെറിയ തുണിക്കടയിൽ നിൽക്കുന്നതിൽ നിന്ന് കിട്ടുന്ന ചെറിയ വരുമാനം മാത്രമാണ് ഇവർക്കുള്ളത്. അതിൽ നിന്ന് കിട്ടുന്ന തുക കൊണ്ട് ജയയുടെ തന്നെ മരുന്നിനു മാത്രമേ തികയുന്നുള്ളൂ. ഇവർ തൈറോയ്ഡ് ഗ്രന്ഥിയുടെ ഓപ്പറേഷൻ കഴിഞ്ഞിരിക്കുകയാണ്. അതിനാൽ ചില മരുന്നുകൾ ജീവിതകാലം മുഴുവൻ കഴിക്കേണ്ടതുണ്ട്. അമ്മയും ഹൃദയസംബന്ധമായ അസുഖത്തിന് ചികിത്സയിലാണ്. സുഹൃത്തുക്കളുടെയും സുമനസ്സുകളായ നല്ല നാട്ടുകാരുടെയും സഹായം കൊണ്ടാണ് ഡയാലിസിസ് തൽക്കാലം നടന്നു പോകുന്നത്. പഞ്ചായത്ത് മെമ്പർ റീജ ഡേവിസിന്റെ ആത്മാർത്ഥമായ സഹായ സഹകരണങ്ങൾ
ഇവർക്ക് നല്ലൊരു ആശ്വാസമാണ്. പ്രിയമുള്ളവരെ, ഞാൻ ഒരു ഡ്രൈവറായിട്ട് ജോലി ചെയ്തിരുന്നു. കൂടാതെ കലാരംഗത്ത് ഉണ്ടായിരുന്ന ഒരാളാണ്. ബഹുമാന്യനായ രാജൻ ബി ദേവ് സാറിൻ്റെ നാടക ട്രൂപ്പിൽ ഒരു സൗണ്ട് ടെക്നീഷ്യനായിട്ട് ജോലി ചെയ്തിരുന്ന ആളാണ്. വർഷങ്ങളോളം ആ നാടക ട്രൂപ്പിൽ വർക്ക് ചെയ്തിട്ടുള്ള ഒരാളാണ് ഞാൻ. അതിനുശേഷം വീണ്ടും നാട്ടിൽ സ്വസ്ഥമാകാൻ വേണ്ടി വന്നു. നാട്ടിലുള്ള ഒരു സ്കൂൾ ബസ് ഡ്രൈവറായിട്ട് രാവിലെയും വൈകിട്ടും ജോലി, അതിന് ഗ്യാപ്പ് ടൈമിന് ഓട്ടോറിക്ഷ ഓടിക്കുക, അങ്ങനെയുള്ള ജോലി ചെയ്ത് വരികയായിരുന്നു. ആ അവസരത്തിലാണ് എൻ്റെ വൃക്കകൾ തകരാറിലാവുന്നത്. ഇപ്പോൾ യാതൊരുവിധ ജോലിക്കും പോകാൻ പറ്റാത്ത അവസ്ഥയാണുള്ളത്. മറ്റുള്ളവരുടെ സഹായം കൊണ്ട് ചികിത്സ നടന്നു പോകുന്നു. കുട്ടിയുടെ വിദ്യാഭ്യാസവും കുടുംബച്ചെലവും ചികിത്സയും എല്ലാം മറ്റുള്ളവരുടെ കാരണം കൊണ്ടാണ് ഇപ്പോൾ നടന്നു പോകുന്നത്. എത്ര നാളെന്നുള്ള എനിക്കറിയില്ല. വീടാണെങ്കിൽ ആകെ ചോർന്നൊരിക്കുന്ന ഒരവസ്ഥയാണ്. കിടന്നുറങ്ങാൻ പോലും പറ്റാത്ത ഒരവസ്ഥയാണ്. പരമാവധി എന്നെ സഹായിക്കണം. വേറെ ആരുമില്ല പറയാനായിട്ട് എനിക്ക്. ഇദ്ദേഹത്തിന് അസുഖം തുടങ്ങിയിട്ട് 5 വർഷമായി. 2.5 വർഷമായി ആഴ്ചയിൽ 3 വീതം ഡയാലിസിസ് ചെയ്തു വരുന്നു. ഇദ്ദേഹം ഒരു കലാകാരനും നാടക സമിതികളിൽ സൗണ്ട് ടെക്നീഷ്യനായും പ്രവർത്തിച്ചിരുന്ന വ്യക്തിയായിരുന്നു. കൂടാതെ ഡ്രൈവിംഗും തൊഴിലായി കൊണ്ടു നടന്നിട്ടുണ്ട്. കേരളത്തിലെ അറിയപ്പെടുന്ന നാടക സമിതികളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. അങ്ങനെയിരിക്കെയാണ് ഇദ്ദേഹത്തിന് അസുഖം ബാധിച്ചത്. അതിനെ തുടർന്ന് ചെയ്തിരുന്ന തൊഴിലുകളൊന്നും തന്നെ ചെയ്യുവാൻ പറ്റാത്ത സ്ഥിതിയായി. പോയിരുന്ന കലാഫീൽഡിൽ നിന്നും ഒരു പെൺകുട്ടിനെ സ്നേഹിച്ച് കല്യാണം കഴിച്ചാണ്. ഒരു 2006 കാലഘട്ടത്തിൽ എൻ്റെ കൂടെ കലാരംഗത്ത് ജോലി ചെയ്യുന്നൊരു സ്ത്രീ ഇദ്ദേഹം ആയിരുന്നു. ഇപ്പം എൻ്റെ അടുത്തിരിക്കുന്ന എൻ്റെ ഭാര്യ. അന്ന് മുതൽ ഇന്ന് വരെ എൻ്റെ കൂടെ ഉണ്ട്. അദ്ദേഹം ഒരു ചെറിയ തുണിക്കടയിൽ പോയിട്ടാണ് ഒരുപാട് കാര്യങ്ങൾ നടന്നു പോകുന്നത്. അത് വൈഫിന് തന്നെ മരുന്ന് ഒരുപാട് കഴിക്കേണ്ട ആവശ്യമുണ്ട്. ഒരു 3 സൈസ് മരുന്ന് അദ്ദേഹത്തിന് തന്നെ കഴിക്കണം. പിന്നെ അങ്ങനെ ഒരുപാട് അദ്ദേഹത്തിന്റെ വരുമാനം കൊണ്ട് അത് തന്നെ നടക്കണുള്ളൂ. അദ്ദേഹത്തിന്റെ ഇത്തിരി ദൂരെ നിന്നാണ് കല്യാണം കഴിച്ചേക്കണേ. അദ്ദേഹത്തിനുള്ളത് ഒരു അമ്മ മാത്രമേ ഉള്ളൂ, വേറെ ആരുമില്ല. അദ്ദേഹം അവിടെ അടുത്തുള്ളൊരു വീട്ടില് ജോലിക്ക് പോയിട്ടാണ് നമ്മളെ ബുദ്ധിമുട്ടിക്കാത്ത രീതിയിൽ അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ നടന്നു പോകുന്നു. ഏക മകളുടെ വിദ്യാഭ്യാസം നല്ല രീതിയിൽ തടസ്സം കൂടാതെ നടത്തണം എന്ന അതിയായ ആഗ്രഹം ഇവരെ സംബന്ധിച്ച് വളരെ പ്രാധാന്യമർഹിക്കുന്ന കാര്യമാണ്. ആ മകളുടെ നല്ല ഭാവിയാണ് ഇവരുടെ പ്രധാന സ്വപ്നം. ഇപ്പോൾ തൻ്റെയും ഭാര്യയുടെയും അമ്മയുടെയും ചികിത്സകൾക്കായി തന്നെ പണം തികയാതെ സുമൽ വിഷമിക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് ഇവർ ഗുഡ്നസ് ടിവിയെ സമീപിച്ചത്. സുമൽ എൻ്റെ മോനാണ്. അവൻ്റെ അച്ഛൻ മരിച്ചിട്ട് 28 കൊല്ലം കഴിഞ്ഞു. പിന്നെ അവനാണ് ഞങ്ങളുടെ കുടുംബം കൊണ്ടുപോയിരുന്നത്. സുഖമില്ലാതെ ആയപ്പോൾ പിന്നെ ഒന്നിനും പറ്റാതെയായി. മെമ്പർ സഹായിച്ചും വേറെ ആൾക്കാരൊക്കെ സഹായിച്ച് അവൻ്റെ കൂട്ടുകാരും ഒക്കെ സഹായിച്ചാണ് ഇത്ര നാളും കഴിയുന്നത്. എനിക്ക് പ്രഷറിൻ്റെ ഇതുണ്ട്, കൊളസ്ട്രോളിൻ്റെ ഉണ്ട്, പിന്നെ ഹാർട്ടിൻ്റെ ഉണ്ട്, പിന്നെ ഈ വെരിക്കോസിൻ്റെ ഉണ്ട്. വെരിക്കോസിന് മരുന്നൊന്നും കഴിക്കാനില്ല, മറ്റേതിനൊക്കെ മരുന്ന് കഴിക്കാനുണ്ട്. ഇത് കാണുന്ന എല്ലാവരും നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങളെ ഉൾപ്പെടുത്തി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഞങ്ങളെ കഴിയുന്ന സഹായം ചെയ്തു തരണമെന്ന് അപേക്ഷിക്കും.
ഗുഡ്നസ് ടിവിയുടെ നല്ലവരായ പ്രേക്ഷകരുടെ മുമ്പാകെ ഇവരുടെ ആവശ്യങ്ങൾ അപേക്ഷാ രൂപത്തിൽ അവർ നിരത്തുകയാണ്. ഇത്തരം സന്ദർഭങ്ങളിൽ ഗുഡ്നസ് ടിവി പ്രേക്ഷകർ നൽകിയിട്ടുള്ള സ്നേഹ പിന്തുണകൾക്ക് വേണ്ടി ഇവരും കാത്തിരിക്കുകയാണ്. ഇവരെ സഹായിക്കുവാൻ, സ്നേഹത്തിന്റെ സംരക്ഷണത്തിൽ ആശ്വസിപ്പിക്കുവാൻ ഗുഡ്നസ് ടിവി പ്രേക്ഷകർക്ക് ശമരിയനിലൂടെ കഴിയട്ടെ എന്ന പ്രാർത്ഥനയോടും പ്രതീക്ഷയോടും കൂടെ സസ്നേഹം, ശമരിയൻ. വിശദ വിവരങ്ങൾക്ക് ശമരിയൻ ഡിവൈൻ ചാരിറ്റബിൾ ട്രസ്റ്റ്, ഫാദർ ഫിലിപ്പ് നെടുന്തുരുത്തിൽ VC, കെയർ ഓഫ് ഡിവൈൻ വിഷൻ, ഡിവൈൻ മീഡിയ കോംപ്ലക്സ്, മുരിങ്ങൂർ PO, ചാലക്കുടി, തൃശൂർ, കേരള. പിൻ 680309. ഫോൺ 048027000893. മൊബൈൽ 9446143727. ഇമെയിൽ samarian.divinevision@gmail.com. പ്രിയ സഹോദരി സഹോദരന്മാരെ, ഗുഡ്നസ് ടിവിയിലെ സമറിയൻ എന്ന പ്രോഗ്രാമിലൂടെ ഞങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്തിയ ജിജി എന്ന സഹോദരിക്ക് വേണ്ടി സമാഹരിച്ച ചികിത്സാ സഹായ നിധി കൊടുക്കുന്നതിന് വേണ്ടിയാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്നത്. എൻ്റെ വലതുവശത്ത് നിൽക്കുന്നത് ജിജിയുടെ ഭർത്താവ് സാജൻ സെബാസ്റ്റ്യനാണ്. അദ്ദേഹം ഒരു മത്സ്യത്തൊഴിലാളിയാണ്. ജിജിക്ക് 1.5 വർഷമായിട്ട് പാൻക്രിയാസിന് ക്യാൻസറായിട്ട് ചികിത്സയാണ്. അഴീക്കലാണ് അവരുടെ സ്വദേശം. അവർക്ക് 2 മക്കളാണുള്ളത്, ഒരു പെൺകുട്ടിയും ഒരു ആൺകുട്ടി. പെൺകുട്ടി ബാംഗ്ലൂരിൽ നേഴ്സിംഗ് പഠിക്കുന്നു, ആൺകുട്ടി +2 പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സാമ്പത്തികമായിട്ടും പിന്നോക്കം നിൽക്കുന്ന ഒരു കുടുംബത്തിലെ അംഗമാണ് ഈ ജിജി എന്ന സഹോദരി. ആ സഹോദരിയെക്കുറിച്ച് ഗുഡ്നസ് ടിവി അറിയാനായിട്ട് ഇടയായപ്പോൾ ഗുഡ്നസ് ടിവിയിലൂടെ പരിചയപ്പെടുത്താനായിട്ട് ഇടയായി. അപ്പോഴത് കണ്ടിട്ട് ഗുഡ്നസ് ടിവിയുടെ നല്ലവരായ പ്രേക്ഷകർ ഏതാണ്ട് 2,10,000 രൂപ തന്ന് സഹായിക്കുന്നതിനായിട്ട് മുന്നോട്ട് വന്നു. ആ തുക ഇപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ജിജിയുടെ ഭർത്താവ് സാജനെ ഞാനിപ്പോൾ ഏൽപ്പിക്കുകയാണ്. പ്രിയ സഹോദരി സഹോദരന്മാരെ, ഗുഡ്നസ് ടിവിയുടെ പേരിൽ നിങ്ങൾക്കെല്ലാവർക്കും ഹൃദയപൂർവ്വം നന്ദി പറയുവാനായിട്ട് ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. ഈ ജിജി എന്ന 48 വയസ്സുള്ള സഹോദരിയെക്കുറിച്ച് അറിയാനിടയായപ്പോൾ മുതൽ നിങ്ങൾ സഹായിക്കുന്നതിനായിട്ട് മുന്നോട്ട് വന്നു. പലരും എന്നെ വ്യക്തിപരമായിട്ട് ഫോൺ വിളിച്ച് കാര്യങ്ങൾ അന്വേഷിക്കുന്നതിനും ഇടയായി. ചിലർ അവരുടെ തന്നെ നമ്പർ എന്നോട് വാങ്ങിക്കുന്ന സാഹചര്യവുമുണ്ടായി. ഈ അവസരത്തിൽ നിങ്ങൾ കാണിച്ച ഈ വലിയ സ്നേഹത്തിനും താല്പര്യത്തിനും ഗുഡ്നസ് ടിവിയുടെ പേരിൽ ഞാൻ പ്രത്യേകമായിട്ട് നന്ദി പറയുകയാണ്. നിങ്ങളെല്ലാവരെയും ദൈവം സമൃദ്ധമായിട്ടും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളെല്ലാവരും വലിയ ധനികരോ സമ്പന്നരോ അല്ല എന്നുള്ളത് എനിക്കറിയാം. കാരണം പലരുമായിട്ട് ഫോണിലൂടെ ബന്ധപ്പെടാനായിട്ട് ഇടയാവുമ്പോൾ പലരും മത്സ്യത്തൊഴിലാളികൾ, അതുപോലെ തന്നെ ഓട്ടോറിക്ഷ ഓടിക്കുന്നവർ, ക്ഷേമ പെൻഷനിൽ നിന്നും തുക മിച്ചം വെച്ച് തരുന്ന ആളുകളൊക്കെയാണ്. അപ്പോൾ അങ്ങനെയുള്ള നിങ്ങളുടെ പല ആവശ്യങ്ങളും അത്യാവശ്യങ്ങളുമൊക്കെ വേണ്ടെന്ന് വെച്ചിട്ടാണ് ഈ സഹോദരിയെ സഹായിക്കുന്നതിനായിട്ട് മുന്നോട്ട് നിങ്ങൾ കടന്നു വന്നത്. നിങ്ങളെല്ലാവരെയും ദൈവം സമൃദ്ധമായിട്ടും അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രത്യേകമായിട്ടും പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളുടെ പ്രവർത്തനങ്ങളിൽ ദൈവം വിജയം നൽകട്ടെ, ആയുസ്സും ആരോഗ്യവും നിങ്ങൾക്ക് നൽകട്ടെ. എല്ലാ രോഗങ്ങളിൽ നിന്നും ദൈവം നിങ്ങൾക്ക് സംരക്ഷണം ഒരുക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് ഞാൻ നിങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഈ ജിജി എന്ന സഹോദരി നമുക്ക് വീണ്ടും കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അവർക്കൊരു സഹായം കൊടുത്തതുകൊണ്ട് നമ്മുടെ ഉത്തരവാദിത്വം തീരുന്നില്ല. ഈ രോഗത്തിൽ നിന്നും എത്രയും പെട്ടെന്ന് സൗഖ്യം ലഭിച്ച് സാധാരണ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതിനുള്ള എല്ലാ കൃപയും ദൈവം ഈ സഹോദരിക്ക് നൽകണമേ എന്ന് നമുക്ക് ഈ സഹോദരിയെ ഓർത്ത് തുടർന്ന് നമ്മുടെ പ്രാർത്ഥനയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഒരിക്കൽ കൂടി നിങ്ങൾക്കെല്ലാവർക്കും ഗുഡ്നസ് ടിവിയുടെ പേരിൽ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി. എൻ്റെ ഭാര്യയുടെ ചികിത്സാ സഹായത്തിനായി സഹായിച്ച ഗുഡ്നസ് ടിവിയുടെ എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി.